ഗൈസ്, അപ്പോൾ ഇന്നൊരു ഷോർട്ട് ഫീഡിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗ്രിസൽഡ് മാൻറ്റിസിനെ നമ്മൾ കുറച്ച് ലൈവ് പ്രേകളെ കൊടുക്കാൻ പോവുകയാണ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കാണുന്ന തവളക്കുട്ടികളായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്നേക്കഡിനെ തിന്നാൻ ടാഡ്പോൾ ആയിരുന്നപ്പോൾ ഇട്ട് കൊടുത്തിരുന്നതാണ്. സ്നേക്കഡ് തിന്നാണ്ട് ജാടയൊക്കെ കാണിച്ചിട്ട് എന്തായിരുന്നു ഈ ടാഡ്പോൾസ് എല്ലാം കൂടി വളർന്ന് തവളയായ കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇവറ്റകളെ മാൻറ്റിസിന് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും ആരെങ്കിലും എന്തായിരുന്നു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ പറയും എന്തിനാണ് ആ ദ്രോഹി ഇതൊക്കെ കൊടുക്കുന്നതെന്ന്. ബട്ട് ആക്ച്വലി മാൻറ്റിസ് കാട്ടിൽ ബിരിയാണിയൊന്നും അല്ല കഴിക്കുന്നത്, ഇങ്ങനത്തെ പല ജീവികളെ കഴിക്കുന്നത്. ഇങ്ങനെയുള്ള വൈൽഡ് ആനിമൽസിനെ നമ്മൾ പെറ്റായിട്ട് വെക്കാൻ നേരത്ത് അവറ്റകൾക്ക് വൈൽഡിൽ കാണപ്പെടുന്ന ജീവികളെ തന്നെ തിന്നാൻ കൊടുക്കുന്നത് അത്ര നല്ലതായിരിക്കും. അവരുടെ ഹെൽത്തിനൊക്കെ അത് നല്ലതായിരിക്കും. ബോഡി ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതായിരിക്കും. അല്ലാണ്ട് ഈ ചോറൊന്നും കൊടുത്താൽ ഇതൊന്നും കഴിക്കത്തൊന്നുമില്ല. ആദ്യത്തെ തവള കുട്ടീനെ കൊടുത്തിട്ട് ഞാൻ വീഡിയോ എടുത്തായിരുന്നു എന്നാണ് ഞാൻ ഓർത്തിരുന്നത്. ബട്ട് സ്റ്റാർട്ട് ബട്ടൺ നിൽക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അവൻ തിന്നുന്ന വീഡിയോ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ കാലാണ് മെയിൻ. അതിൻ്റെ കാലിൻ്റെ ആ ഒരു സ്പെക്ടാക്കുലർനെസ് കണ്ടല്ലോ, കാലിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. ആ 4 legs ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ഇരേനെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് അതിൻ്റെ വാ കൊണ്ട് തിന്നും കേട്ടോ ഗൈസ്. അപ്പോൾ അതിനേക്കാളും സൈസുള്ള ഏത് ജീവിയാണേലും അതിന് ഈ കൈയും കാലൊക്കെ ഉപയോഗിച്ചിട്ട് ഓവർ പവർ ചെയ്യാൻ പറ്റും. ഈ ചെറിയ പല്ലി, വലിയ പാറ്റ അല്ലെങ്കിൽ ഇതിൻ്റെ അത്ര ഉള്ളതിനെ വേറെ മാൻറ്റിസിനൊക്കെ ഇവൻ പൂശും, ഒന്നും നോക്കത്തില്ല ഗൈസ്. ഒരു 10 മിനിറ്റ് കൊണ്ട് അവൻ അത് ഫുള്ള് തിന്ന് തീർത്ത് കേട്ടോ. വേണ്ടാത്ത ഏതോ ഒരു ഭാഗം മാത്രം ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ എന്ത് തിന്നാലും ഇവൻ കൈയും കാലും നന്നായിട്ട് ക്ലീൻ ആക്കും. നമ്മളെപ്പോലെയൊന്നും അല്ല. ഈ ഡോക്ടർമാർ മറ്റേ സർജറി കഴിഞ്ഞ് ഈ സ്കാൽപ്പൽസൊക്കെ എന്തായിരുന്നു ക്ലീൻ ആക്കുന്ന പോലെയാണ് ഇവൻ്റെ ആയുധമായിട്ടുള്ള ആ 4 legs ക്ലീൻ ആക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രൈക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു 20x - PD പ്ലേ ചെയ്തിട്ടും ആ സ്ട്രൈക്ക് നമുക്ക് കണ്ണുകൊണ്ട് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ നേരിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് തന്നെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. എന്താണെന്നറിയില്ല, വയറിറങ്ങിയിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. സ്ട്രൈക്ക് ചെയ്തിട്ട് അപ്പം തന്നെ മറ്റേ ഏരിയനാവും വെറുതെ വിട്ട് കേട്ട ഗൈസ്. അപ്പോൾ രണ്ടാമത്തേനും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്ട്രൈക്ക് ചെയ്യിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സ്ട്രൈക്കിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ആ ഒരു ബൈറ്റിൻ്റെ സിവിയറിറ്റി ഞാൻ കാണിച്ചു തരാം. ആ തവളയുടെ ആ ഒരു കാല് ഇവന് ഒടിച്ചെടുത്ത് കേട്ടോ ഗൈസ്. പിന്നീട് ഈ തവള ജമ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയോ, അതിൻ്റെ കാലിൻ്റെ ആ എൽബോ എന്തോ ഒടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ തവളേനെ ഇവറ്റകൾക്ക് തിന്നാനുള്ളതാണ് കേട്ടോ ഗൈസ്. സോ അതിൽ അധികം ദുഃഖിച്ചിട്ട് കാര്യമില്ല. തിന്നാ അപ്പോൾ അവൻ കൊന്നാൽ തീരുമെന്നല്ലേ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ഇതൊരു വെറൈറ്റി ഫീഡിങ് വീഡിയോ ആണെന്ന് ഓർക്കുന്നു. ആൻഡ് ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ വാട്ടർമാൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.